നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിയമാവർത്തനം 28:2-6 വരെ. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. വചനം ശ്രവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങളാണ് നമുക്കിന്ന് വചന ശുശ്രൂഷയ്ക്ക് നയിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ പ്രശസ്തനായ ഈ കാലഘട്ടത്തിൽ അതിശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ശാലോം TV-യിലൂടെ വചനം തിരുവചനം എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോർജി കാട്ടൂരച്ഛനാണ്. അച്ഛന് കോട്ടയം MCBS സഭാംഗമാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടയം മല്ലപ്പള്ളിയിലുള്ള എമ്മാവൂസ് റിട്രീറ്റ് സെൻറ്ററിൻ്റെ റിട്രീറ്റ് പ്രൊവിൻഷ്യൽ കോർഡിനേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ കരങ്ങളടിച്ച് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം നമ്മളിൽ ശക്തിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സായന്തനം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഇപ്പോൾ വലിയ ഒരു ദൈവ അഭിഷേക കൃപാവരത്തിൻ്റെ വലിയ ഒരു ഒഴുക്ക് അനുഭവിച്ച സ്തുതിപ്പും ആരാധനയും നടത്തിയ നിമിഷങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളെക്കുറിച്ച്, അഭിഷേകങ്ങളെക്കുറിച്ച്, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടു. ഇനി വരുന്ന മണിക്കൂറിൽ ദൈവവചനം നമ്മൾ സ്വീകരിക്കുകയാണ്. വചനത്തിന് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ശക്തിപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. സെഹിയോൻ ശാലയിൽ അവരോടൊപ്പം ഇരുന്ന പരിശുദ്ധ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ദൈവാത്മാവ് നമ്മളിൽ നിറയുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്നു ചേർന്ന് ശക്തമായി പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിൽ എന്ന പോലെ ഞങ്ങളിലും നിറയണമേ. കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ ഗാനത്തോടൊപ്പം നമുക്ക് ചേരാം. ഉണർവോടെ എല്ലാവരും കരങ്ങൾ അടിച്ച് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ,
അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യോർദാൻ നദിയിൽ മാടപ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ പോലെ ഈശോയെ മരുഭൂമിയിൽ പിശാചിനെ പരാജയപ്പെടുത്താൻ ശക്തിപ്പെടുത്തിയതുപോലെ നമ്മളിലും പരിശുദ്ധാത്മാവ് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ തൊട്ടവൾക്ക് സൗഖ്യം നൽകിയതുപോലെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ നമ്മളിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, യേശുവിൽ നിന്നും പുറപ്പെടുന്ന ദൈവീകമായ ഈ ശക്തി ഞങ്ങളിലും ആവസിപ്പിക്കണമേ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസത്തോടെ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ,
വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ ദൈവാത്മാവിന്റെ അഭിഷേകം എല്ലാം നിറയട്ടെ. ഓരോ ഹൃദയങ്ങളെയും വചനം സ്പർശിക്കട്ടെ, ഓരോ കുടുംബങ്ങളെയും വചനം സ്പർശിക്കട്ടെ. കർത്താവേ, ഓരോ ഇടങ്ങളിലായിരുന്നു കൊണ്ട്, ഓരോ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട്, ഓരോ അവസ്ഥകളിലായിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ ശക്തമായി നിറയട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി വചനം കേൾക്കുവാൻ ഒരുങ്ങി ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, ഞങ്ങളുടെ ഹൃദയവ്യഥകളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇടപെടണമേ. വചനശക്തിയായി നിറയണമേ. ഹല്ലേലൂയ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒഴുകണമേ, നിറയണമേ. വലിയ ശക്തമായ അഭിഷേകം ഇപ്പോൾ ദൈവവചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അറിയട്ടെ, അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാമ്മ മാതാവേ, ആത്മാവിന്റെ നിറവാൽ വചനത്താൽ നിറഞ്ഞവളെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് സ്വരമുയർത്തി അഭിഷേകത്തോടെ എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഹൃദയം തുറന്ന് ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയില് സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവ വചനത്തെക്കുറിച്ച് തന്നെയാണ് ഈ ശുശ്രൂഷയിലൂടെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി കടന്നു നിൽക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനം നൽകിക്കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മെ ജലത്താൽ കഴുകി വചനത്താൽ വെണ്മ ഉള്ളവരാക്കി. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവാകുന്ന ജലം കൊണ്ട് കഴുകി വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് വെണ്മയുള്ളവരാക്കി തീർക്കുവാൻ ഈ ദിനങ്ങളിൽ ദൈവം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിൽ ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. 1998 ഞാൻ സെമിനാരിയിൽ ചേരുവാൻ വേണ്ടിയിട്ട് എൻ്റെ സഭയുടെ മൈനർ സെമിനാരിയിൽ എത്തി.
1998 അന്ന് സെമിനാരിയിൽ ചേരുമ്പോൾ 1-ാം വർഷ സെമിനാരി വിദ്യാർത്ഥി എന്ന നിലയിൽ സെമിനാരിയിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു വൈദികൻ അവിടേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ റെക്ടറച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം, സെമിനാരിയിൽ അച്ഛൻ പഠിപ്പിക്കുന്ന വിഷയം ബൈബിളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-ാം വർഷ സെമിനാരിക്കാരനാണ്. എൻ്റെ കൂടെ 10-24 ശമാശന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടുകൂടി ആദ്യ ദിവസം അച്ഛൻ്റെ ക്ലാസ് കൂടുകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളിൽ MCBS അച്ഛനായിരുന്നു ഞങ്ങളുടെ റെക്ടറച്ഛൻ. അച്ഛന് 2 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അച്ഛൻ അന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ, പ്രിയമുള്ളവരെ, ഒരു 15 വയസ്സുകാരൻ എന്ന നിലയിൽ എൻ്റെയും എൻ്റെ സഹപാഠികളുടെയും ഉള്ളിലേക്ക് അച്ഛൻ നൽകിയ വലിയ പ്രചോദനമുണ്ട്. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഈ ബൈബിളിലെ പേരുകൾ, ഓരോ പുസ്തകത്തിൻ്റെയും പേരുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ആദ്യം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അതാണ്. ദൈവവചനം ബൈബിളിൽ എടുക്കാൻ, അതായത് ഒരു പുസ്തകത്തിൽ നിന്നൊരു വചനം പറഞ്ഞാൽ ഉടനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം സാധിക്കണമെങ്കിൽ ഈ പുസ്തകങ്ങളുടെ പേരുകൾ നമ്മുടെ മനസ്സിൽ കാണാപ്പാഠം ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകത്തിൻ്റെ പേരുകൾ അടുക്കും ചിട്ടയോടും കൂടി കാണാതെ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ വെളിപാടിൽ പോയി തപ്പുന്നത്, വെളിപാട് പുസ്തകം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്ക ഭാഗത്ത് പോയി തപ്പുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ പെരുമാറാറുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവവചനം പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ അച്ഛനിങ്ങനെ ദൈവവചനം പറയാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഇങ്ങനെ പറയുകയാണ്. അതായത് അച്ഛൻ ഓരോ ബൈബിൾ വചനത്തിൻ്റെ കൊട്ടേഷൻ പറയും. ഞങ്ങൾ ബൈബിൾ എടുക്കും, വായിക്കും. ഞങ്ങൾ വായിക്കുന്നതിന് മുമ്പേ അച്ഛൻ ആ വചനം പറഞ്ഞിരിക്കും. ചേർന്ന് പറയാ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ കൗതുകത്തോടു കൂടി ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഓരോ ദിവസവും അച്ഛൻ ഇങ്ങനെ വരുന്നു, ഈ വചനം ഇങ്ങനെ പറയുന്നു. വചനം പറയുമ്പോൾ പെട്ടെന്ന് അച്ഛൻ ഓരോ വചനം പറയുമ്പോൾ ഞങ്ങളത് എടുക്കുന്നു, വായിക്കുന്നു. അങ്ങനെ വചനത്തെക്കുറിച്ച് നല്ല ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി. ആഗ്രഹം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. എന്താണ്? വചനം പഠിക്കണം. ഇതുപോലെ ഒന്ന് പറയാൻ പറ്റിയാൽ, ഇതുപോലെ ഒന്ന് വചനം പഠിക്കാൻ പറ്റിയാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വചനം വായിക്കാൻ തുടങ്ങി. ബൈബിൾ എടുത്ത് വചനം വായിക്കാൻ തുടങ്ങി. ബൈബിള് മുഴുവനായും അങ്ങനെ സെമിനാരിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വായിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവർക്കും സാധിക്കുകയാണ്. അത്രമാത്രം ശക്തമായ പ്രചോദനമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചു, ഈ ബൈബിൾ വചനമൊക്കെ പഠിക്കണം. എങ്ങനെ പഠിക്കണം? എഴുതി പഠിക്കണം. വചനം കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ വചനമൊക്കെ എഴുതി കാണാതെ പഠിക്കുകയാണ്. ഒത്തിരി ഒന്നും പഠിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുറച്ച് വചനങ്ങൾ ഓരോ ദിവസവും 3, 4, 5 വചനമൊക്കെ ഓരോ ദിവസവും എഴുതും, പഠിക്കും. പക്ഷേ പിറ്റേ ദിവസം അതെല്ലാം മറന്നുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറ്റവും മുറിയൊക്കെ ഓർക്കും, ചിലപ്പോൾ വചനം ഓർക്കും, പക്ഷെ അത് എവിടുന്നാണ് എടുത്തതെന്ന് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഇങ്ങനെ മൈനർ സെമിനാരിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ, ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, മറ്റു പലരും ഇതേ അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിനങ്ങളിൽ തന്നെ വചനത്തിൻ്റെ പഠനം ആഗ്രഹത്തോടു കൂടി ആരംഭിച്ചത് മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ വചനം പഠിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല. ഈ ശുശ്രൂഷയുടെ നാളുകളിൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനേകർ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ, ഞങ്ങൾ വചനം പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വചനം പഠിച്ചിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ വചനം പഠിച്ചു, പക്ഷേ മറന്നുപോയി. പിന്നീട് ദൈവശാസ്ത്ര പഠനം കഴിഞ്ഞ് വൈദികനായ ശേഷം വചനപ്രഘോഷണ രംഗത്തേക്കാണ്
എന്നെ അധികാരികൾ നിയമിച്ചത്. അങ്ങനെ വചനപ്രഘോഷണ രംഗത്തേക്ക് ഇറങ്ങി. വചനപ്രഘോഷണ രംഗത്ത് ദൈവവചനമൊക്കെ ഇങ്ങനെ ഇതുപോലെ എഴുതിക്കൊണ്ട് പോയി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം ഒന്നും നമ്മൾ പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഒരു പേപ്പറിൽ, ഒരു ബുക്കിൽ ഒക്കെ എഴുതി വയ്ക്കും. പേപ്പറിലൊക്കെ എഴുതി സൂക്ഷിച്ചിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വചനപ്രഘോഷണം നടത്താൻ തുടങ്ങി. 2011 വരെ അങ്ങനെ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഞാൻ വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിലുള്ള ഒരു കപ്പേളയിൽ വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുർബാനയിൽ പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ആലയം എന്ന രീതിയിൽ കുർബാന കഴിയുമ്പോൾ നൊവേന പ്രാർത്ഥനയുണ്ട്. ആ നൊവേനയുടെ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു, പല ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. എനിക്ക് അഴുകാത്ത നാവിൻ്റെ ഉടമയായ വിശുദ്ധ അന്തോനീസെ, വചനം പഠിക്കാനും പറയാനുമുള്ള കൃപ കർത്താവിൽ നിന്ന് വാങ്ങിത്തരണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശുദ്ധ അന്തോനീസിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ നൊവേന പ്രാർത്ഥനയൊക്കെ ചൊല്ലി, അതിനുശേഷം ലതീഞ്ഞ് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഈ രൂപം ധൂപിക്കുകയാണ്. ആ ധൂപിക്കുന്ന സമയത്ത് ആ ധൂപക്കുറ്റിയിൽ നിന്നും ഒരു കനൽ പൊട്ടിത്തെറിച്ച് എൻ്റെ അധരത്തിൽ വന്ന് വീഴുന്ന ഒരു അനുഭവമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊരു സാധാരണ സംഭവമായിട്ടാണ് നമുക്കെല്ലാവർക്കും തോന്നുക. അങ്ങനെയൊക്കെ കനൽ പൊട്ടിത്തെറിക്കാറുണ്ട്. പക്ഷേ അന്ന് കനൽ പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അന്ന് മുതൽ എനിക്ക് വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു നിൽക്കാൻ വേണ്ടി സാധിച്ചു. കാരണം ഉയർത്തി പറയാ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്ന് ആ വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു നിൽക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ ഞാൻ പഠിച്ചത്, വായിച്ചത്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഞാൻ കണ്ണോടിച്ച് കടന്നുപോയ വചനങ്ങളൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ പേപ്പർ അപ്രത്യക്ഷമായി. പിന്നെ ഈ പേപ്പറിൻ്റെ ആവശ്യമില്ല. പിന്നെ ദൈവവചനം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അതായത് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഓരോ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ദൈവവചനം ഇന്ന് എന്ത് പറയണം, ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എന്ത് പറയണമെന്ന് ആലോചിച്ചും ചിന്തിച്ചും തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അത്ഭുതകരമായ വിധത്തിൽ, വളരെ വിസ്മയകരമായ വിധത്തിൽ ദൈവവചനം നമുക്ക് വെളിപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവവചനം വെളിപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ്, ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കും. ഓരോ വചനത്തിൻ്റെയും അർത്ഥം പഠിക്കാനും മനസ്സിലാക്കാനും ദൈവാത്മാവ് നമ്മളെ ക്ഷണിക്കും. അതായത് വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്ന അനുഭവം ഉണ്ടാകും. എന്താണ്? ഈ വചനത്തിന് മറ്റൊരു വചനവും കൂടി അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഗ്രന്ഥത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ഒരു വചനത്തിന് മറ്റൊരു വചനം ഇണവചനമായി ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വലിയ ഒരു അറിവാണ്. അതായത് നമ്മൾ വായിക്കുന്ന ദൈവവചനത്തിൻ്റെ അർത്ഥം അത് മറ്റൊരു ഇടത്ത് നമുക്ക് പറഞ്ഞു തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് വച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ, എനിക്കിതൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം ഇങ്ങനെ പറയും, ഈ വചനത്തിനൊരു വചനം കൂട്ടുവചനമായിട്ടുണ്ട്, ഈ വചനത്തിനൊരു അർത്ഥം തരുന്ന വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വചനം മറ്റൊന്നിനോട് ബന്ധപ്പെട്ടതാണ് എന്ന് അത് പണ്ഡിതന്മാരുടെ പഠനത്തിൽ നിന്നല്ല,
ആത്മാവിൻ്റെ പ്രചോദനത്തിൽ നിന്ന് മനസ്സിലാകാൻ തുടങ്ങും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് വലിയ ദൈവശാസ്ത്രപരമായ ബൈബിളിന്റെ വലിയ പഠനത്തിൽ നിന്നുമല്ല, മനസ്സിലാക്കണം, അത് ദൈവാത്മാവിന്റെ പ്രചോദനത്തിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അഭിഷേകത്തിലേക്ക്, ഈ ഒരു കൃപയിലേക്ക് കടന്നു നിൽക്കണമെന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ബൈബിളിൽ മോശ തൻ്റെ ശുശ്രൂഷയിൽ സഹായികളായിട്ട് 70 പേരെ തിരഞ്ഞെടുക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനത്തിൽ, സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ ജോഷുവ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. എൽദാദും മെദാദും ഇതാ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രവചിച്ചിരിക്കുന്നു, അവരെ വിലക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ മക്കൾ എല്ലാവരും പ്രവചിക്കുന്നവരാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾ എല്ലാവരും പ്രവചിക്കുന്നവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പ്രിയമുള്ളവരെ, മോശയുടെ ഈ ആഗ്രഹമാണ് ഇന്ന് ഈ സായം സന്ധ്യയിൽ, ഈ രാത്രിയിൽ ദൈവവചനവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവവചനം പഠിക്കുന്നവരും ദൈവവചനം ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മനസ്സിലാക്കുന്നവരുമാകണം. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫിലിപ്പോസ് എന്ന് പറയുന്ന ആ സഹായിയായി നിൽക്കുന്ന അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തി അതെങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വചനം പറഞ്ഞു കൊടുക്കുന്നത്, ഒരു എത്യോപ്യക്കാരനെ സഹായിക്കുന്നത്. ഫിലിപ്പോസിന് ആ ദൈവവചനം പറഞ്ഞു കൊടുക്കാനുള്ള ആത്മാവിൻ്റെ പ്രചോദനം ഉണ്ടാവുകയാണ്. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഠൻ ഒരു രഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പസ്തോല പ്രവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളത് കാണുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഫിലിപ്പോസിലൂടെ എത്യോപ്യക്കാരൻ ആ വചനത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആത്മാവിൻ്റെ പ്രചോദനമില്ലാതെ, ശ്രദ്ധിക്കുക, ആത്മാവിൻ്റെ പ്രചോദനമില്ലാതെ ആർക്കും ദൈവവചനത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ വചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 പറയുന്നു, എല്ലാ വചനത്തിനും ഈണവചനമുണ്ട്, എല്ലാ വചനത്തിനും കൂട്ടുവചനമുണ്ട്, എല്ലാ വചനവും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ അവിടെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വചനം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ന്യായമായിട്ടും എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട്, ഒരു സംശയമുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്ത ഇതാണ്. ഞാനൊരു പുസ്തകം എഴുതിയെന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പുസ്തകം എഴുതിയെന്ന് വിചാരിക്കുക. നിങ്ങളിൽ ഒരാൾ വന്നിട്ട് ഞാൻ എഴുതിയ പുസ്തകത്തിന് ഒരു 300 പേജുണ്ട് എന്ന് വിചാരിക്കുക. ആ 300 പേജിലെ ഇന്ന കാര്യം എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിവേഗം ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ എഴുതിയ പുസ്തകമാണ്, നിങ്ങൾ അതിൻ്റെ അകത്തെ ഒരാശയം, അച്ഛാ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ എഴുതിയതായതുകൊണ്ട്, ശ്രദ്ധിക്കുക, ഞാൻ എഴുതിയതായതുകൊണ്ട് വേഗത്തിൽ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കും എനിക്ക്. എന്തുകൊണ്ടാണ്? ഞാനാണ് അത് എഴുതിയത്. ഇതുപോലെയാണ് ഇവിടെ ദൈവവചനം പറയുന്നു, കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ദൈവാത്മാവാണ് ഈ വചനഗ്രന്ഥത്തിലെ ഓരോ വചനവും കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ അധരം അത് കൽപ്പിക്കുകയും ദൈവാത്മാവ് അതിനെ കൂട്ടിച്ചേർത്ത് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവവചനമെല്ലാം പരിശുദ്ധാത്മ നിവേശിതമാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനമെല്ലാം പരിശുദ്ധാത്മ നിവേശിതമാണ്. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യനും ഇത് പഠിക്കാൻ സാധിക്കുകയില്ല, ഒരു മനുഷ്യബുദ്ധിക്കും ഇത് കാണാപ്പാഠം പഠിച്ച് പറയാൻ പറ്റുകയില്ല. ഈ വൈദികൻ, ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ വൈദികൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദൈവവചനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള പ്രചോദനം ലഭിച്ചു. ദൈവവചനം നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ആ ദൈവവചനത്തിൻ്റെ പൂർണ്ണത, ആ ദൈവവചനം നമുക്ക് പറയാനുള്ള കൃപയുടെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ ഇത് മനുഷ്യൻ മുഖേനയോ മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ലിത്. ഇതങ്ങനെ ലഭിക്കുകയില്ല. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു പുതിയ വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ ദൈവ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമുക്ക് ആവശ്യമുണ്ട്. ദൈവാത്മാവാണ് ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കും. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വചനത്തിൻ്റെ പുതിയ കവാടം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം ദൈവവചനത്തിൻ്റെ മേഖലയിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അകലങ്ങളിലും അടുത്തുമായിരുന്നുകൊണ്ട് പങ്കുചേരുന്ന എല്ലാവർക്കും നൽകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ദിവസം ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ദേവാലയത്തിൽ പോയി. ആ ദേവാലയത്തിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ഇടവകാരിയായ ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഞാൻ വികാരിയച്ഛൻ്റെ ഈ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ പെൺകുട്ടിയെ ചെന്ന് കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങി. ഞാൻ ബൈബിൾ എടുത്തു. അങ്ങനെ ബൈബിളുമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നോട് വളരെ അധികം പിണക്കത്തിലാണിപ്പോൾ, എന്നോട് വഴക്കാണ്, കാരണം ഞാൻ പഠിക്കുന്നില്ല എന്ന് അപ്പം പറയുന്നു. പക്ഷെ ഞാൻ പഠിക്കുന്നതിന് പകരം എൻ്റെ സ്കൂളിലെ കായികമായ കാര്യങ്ങളിൽ, അതായത് ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണല്ലോ, നീ പഠിച്ചില്ലെങ്കിലും നിനക്ക് മാർക്കൊക്കെ മേടിക്കാനുള്ള വഴി സ്പോർട്സിലൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല, എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ പോലെ ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പൻ എന്നെ വഴക്ക് പറയുകയാണ്. അതെനിക്ക് വലിയ വിഷമമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് ഒരു പ്രചോദനം തന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ വചനം പറയുക. വചനം റോമാലേഖനത്തിൻ്റെ 9-ാമത്തെ അധ്യായം 20 മുതലുള്ള തിരുവചനമാണ്. ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചതെന്ന് പാത്രം കുശവനോട് ചോദിക്കുവോ? കളിമൺ പാത്രം ഉണ്ടാക്കുന്ന കുശവൻ അവന് ഇഷ്ടമുള്ളതുപോലെ ഓരോ പാത്രവും ഉണ്ടാക്കുന്നു. ഒരേ കളിമൺ പിണ്ഡത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ? പ്രിയമുള്ളവരെ, ഈ വചനം, അതായത് റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെയും 21-ാമത്തെയും വചനം ഞാൻ ഇങ്ങനെ മനസ്സിൽ എനിക്ക് അപ്പോൾ കിട്ടിയ പ്രചോദനം അനുസരിച്ച് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ കർത്താവിനോട് കലഹിക്കേണ്ട കാര്യമില്ല, നീ ഇങ്ങനെ കർത്താവിനോട് വഴക്ക് പിടിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള അർത്ഥം വരുന്ന വിധത്തിൽ ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ നിന്ന് അപ്പോൾ കിട്ടിയ ദൈവിക പ്രചോദനം അനുസരിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, പക്ഷെ അവൾക്കൊരു സന്തോഷമാകുന്നില്ല. ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് അവൾക്ക് സന്തോഷമാകാത്തത്? അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് സന്തോഷമായില്ലേ? അപ്പോൾ പറഞ്ഞു, അച്ഛാ അത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചൊരു വചനം എടുക്കാം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥിച്ച് വചനമെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്ന വചനം ഈ മകളുടെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണോ ഇടപെടേണ്ടത് അതുപോലെ ഇടപെടുവാൻ ഇടയാക്കണമേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിള് തുറന്ന് വചനമെടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായമാണ് കിട്ടിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ഞാൻ ഒരു വചനം അടിവരയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അത് 2-ാമത്തെ വചനമാണ്. ആ വചനം ഞാൻ വായിക്കാൻ തുടങ്ങി. അടിവരയിട്ട വചനം, ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം ഞാൻ എടുത്തു, വായിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി അത് ഇവൾക്കുള്ള വചനം അല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, സംഗതി
ഇവൾക്കുള്ള വചനമല്ല ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണ് അവിടെ നിന്ന് തൊട്ട് താഴെ പാരഗ്രാഫിലേക്ക് തൊട്ട് താഴേക്ക് മാറുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിലേക്ക് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പരിശുദ്ധാത്മാവ് നയിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞ് പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോന്നിൻ്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞത്, ഏത് വചനമാണോ എൻ്റെ മനസ്സിലേക്ക് നൽകിയ പ്രചോദനം അനുസരിച്ച് പറഞ്ഞത്, ആ വചനം തന്നെ മറ്റൊരിടത്ത് ബൈബിൾ തുറക്കുമ്പോൾ മറ്റൊരിടത്ത് അതേ വചനം ഈ മകളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അതേ വചനം അവിടെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വചനം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അറിയുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആശ്വാസത്തിൻ്റെ വചനവുമായി കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ വ്യക്തികളിലൂടെ ആകാം, ഒരുപക്ഷെ നിങ്ങൾ ബൈബിൾ വചനം കേൾക്കുമ്പോൾ ആകാം, സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ ആകാം, ബൈബിൾ വ്യക്തിപരമായി എടുത്തു വെച്ച് വായിക്കുമ്പോഴാകാം. ഏത് ഇടപെടലിലൂടെയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ഇനി ആ സംസാരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു വചനം മറ്റൊരു വചനവുമായി കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. കാരണം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ്. അതുകൊണ്ട് ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നിടത്താണ് ഈ വചനത്തിൻ്റെ അഭിഷേകം ശക്തിപ്പെടുക. ഓരോ വചനവും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമായ അഭിഷേകത്തിൻ്റെ മേഖലകളെ നമുക്ക് തുറന്ന് നൽകുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ട് ഈ വചനത്തിലൂടെ നമ്മൾ കണ്ണോടിക്കാൻ പാടില്ല. ദൈവാത്മാവിനെ ലഭിക്കുന്നതിന്, ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൽ വർധനമുണ്ടാവുന്നതിന് ഈ വചന ശുശ്രൂഷ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എല്ലാവരും ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ദൈവവചനത്തോട് പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. യാക്കോബ് ശ്ലീഹ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു വചനം, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ: നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആകുക. പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആയിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. പ്രിയമുള്ളവരെ, അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. നമ്മളെ പലരുടെയും അവസ്ഥ ഇതാണെന്ന് ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പിന്നെ ദൈവവചനത്തോട് പ്രതികരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് ദൈവവചനത്തെ നമ്മളുടെ ശക്തി സ്രോതസ്സാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവവചനത്തെ നമ്മുടെ ശക്തി സ്രോതസ്സാക്കി മാറ്റുക. ദൈവവചനം നമുക്ക് ശക്തി തരുന്നതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യണം? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിലത്
തേൻ പോലെ മധുരിച്ചു. പ്രിയമുള്ളവരെ, ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ദൈവവചനം പറയുകയാണ്, ദൈവവചനത്തോടൊരു താല്പര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന് വേണ്ടി വാതുറക്കുന്നവരാണ് നമ്മൾ. വചന ചുരുൾ വാങ്ങി ഭക്ഷിക്കാൻ വാതുറക്കുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള വിശപ്പുണ്ട്, നമുക്കതിനുള്ള ആഗ്രഹമുണ്ട്, നമുക്കതിനുള്ള താല്പര്യമുണ്ട്. ആമോസിന്റെ പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, ഇതാ വചനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷാമമുണ്ടാകുന്നതിനെ കുറിച്ച് ആമോസ് പ്രവാചകൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ആ ക്ഷാമം, ആ ഒരു ആഗ്രഹം, ആ ഒരു വിശപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, നമുക്ക് വചനം എല്ലായിടത്തു നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് ദൈവവചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. എത്രയോ സ്രോതസ്സുകളാണ് ദൈവവചനത്തിനുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്? വളരെ ആസ്വാദ്യകരമായി ഈ വചനം ഭക്ഷിക്കുക. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വലതുകരം ഉയർത്തി പറയുന്നു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മൾ വാങ്ങി ഭക്ഷിക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? അച്ഛാ, വളരെ നന്നായിരുന്നു കേട്ടോ, വചന ശുശ്രൂഷ വളരെ മനോഹരമായിരുന്നു, ഈ അച്ഛൻ പറഞ്ഞത് നന്നായിരുന്നു, ആ അച്ഛൻ പറഞ്ഞത് നന്നായിരുന്നു, ദൈവവചനം കേട്ടപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകി. പ്രിയമുള്ളവരെ, എത്ര ഹൃദ്യമാണ് വചനം, എത്ര സന്തോഷദായകമാണ് വചനം. വചനമൊക്കെ നന്നായിട്ട് കേൾക്കുകയും വചനത്തിൻ്റെ ആനന്ദത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒത്തിരി മനുഷ്യരായി നമ്മൾ ശുശ്രൂഷയിൽ പലരെയും കണ്ടുമുട്ടുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധി ഇവിടെയുണ്ട്. നമ്മൾ വചനം സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ആ വചനം സ്വീകരിച്ചാൽ മാത്രം മതിയോ, ആ വചനം ഭക്ഷിച്ചാൽ മാത്രം മതിയോ എന്നൊരു കാര്യം ചോദിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. വെളിപാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. എസെക്കിയേൽ കണ്ടതുപോലെ തന്നെ, ശ്രദ്ധിച്ചോണം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ കണ്ടപോലെ തന്നെ ഒരു വചനം. എന്താണത്? ആ വചനം ഈ ചുരുൾ ചോദിച്ച് മേടിച്ച് ഭക്ഷിക്കുന്ന വചനമാണ്. അങ്ങനെ ദൂതന്റെ അടുക്ക ചെന്ന് ആ ചുരുൾ വാങ്ങി ഭക്ഷിച്ചു. അപ്പോൾ ദൂതൻ പറയുകയാണ്, നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക, എസെക്കിയേൽ പ്രവാചകൻ പറയാത്ത ഒരു കാര്യം വെളിപാട് പുസ്തകത്തിലുണ്ട്. എന്താണ്? വചനത്തിൻ്റെ ആസ്വാദ്യതയും മാധുര്യവും മാത്രമല്ല, ആ വചനം ഭക്ഷിച്ചാൽ മാത്രം പോരാ, അത് ഉദരത്തിൽ, നിന്റെ ഉദരത്തിൽ അത് ഡൈജസ്റ്റ് ചെയ്യുന്നിടത്ത്, അത് ദഹിച്ച് എനർജിയായി, ശക്തിയായി മാറുന്നിടത്ത് നിനക്കത് കയ്പായി തോന്നാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, പലരുടെയും പ്രതിസന്ധി എന്താണ്? പലരുടെയും പ്രതിസന്ധി പലപ്പോഴും ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, പക്ഷേ വചനത്തിൻ്റെ ദഹനക്കേടാണ്. വചനത്തിൻ്റെ ദഹനക്കേട്, ഡൈജസ്റ്റ് ആകുന്നില്ല, ദഹിക്കുന്നില്ല. ദഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. ദൈവവചനം പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. ദൈവവചനം നമ്മുടെ ഉദരത്തിൽ കയ്പായി മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് കയ്പായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് വേണ്ടി വില കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവവചനം ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾക്ക് വിഷമമാണ്. ഒരിക്കലൊരു സഹോദരി ശുശ്രൂഷയിൽ ഒരു ധ്യാനത്തിലായിരിക്കുമ്പോൾ കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചിയുടെ മകന് വിവാഹം നടക്കുന്നില്ല, വയസ്സ് കുറേയായി, ചെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്, ശുശ്രൂഷയിൽ ധ്യാനത്തിലായിരിക്കുമ്പോൾ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എന്താണ് ആ സഹോദരനെക്കുറിച്ച്, ആ മകനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ദൈവവചനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇരുന്ന് വചനം സ്തുതിച്ച് പ്രാർത്ഥിച്ച് തുറന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. കല്യാണം നടക്കാത്ത ആ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തി തന്ന വചനം കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് ആ വചനം അവിടെ വായിക്കുകയാണ്. ആ വചനം ജെറമിയായുടെ പുസ്തകം 16:1. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കൾ ഉണ്ടാവുകയോ അരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പോകാം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഭയങ്കര സങ്കടമായി. കല്യാണം നടക്കാത്ത ആൾക്ക് വേണ്ടിയിട്ട് ദൈവവചനം എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുകയാണ്, എന്ത്? നീ ഇവിടെ കല്യാണം കഴിക്കുകയും വേണ്ട, മക്കളെ ജനിപ്പിക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, പോകുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പോകാം. പക്ഷെ പോകുന്നില്ല. എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്നാന്ന് പറയാമോ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, പിന്നീട് വീണ്ടും ദൈവവചനത്തിൽ എടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ അവർ തടസ്സം നിന്ന മേഖലകളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കരമുയർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ശക്തമായി പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകുമ്പോൾ മാറ്റിക്കളയും. എനിക്കിഷ്ടമുള്ള വചനം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു എൻ്റെ ബൈബിൾ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള വചനം മാത്രം ഞാൻ പറയുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വചനം. കർത്താവ് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ദൈവവചനത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള തീരുമാനമാണ്. പ്രിയമുള്ളവരെ, ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. 1 തെസ്സലോനിക്ക 2:13. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല. പ്രിയമുള്ളവരെ, ജോർജ് കാട്ടൂരച്ചൻ MCBSലെ അച്ഛൻ ഇവിടെ വന്ന് നിങ്ങളോട് വചനം പറയുന്നതായിട്ട് നിങ്ങൾ ആരും ധരിക്കരുത്. ഈ വചനം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനമായിട്ട് ഇതിനെ സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ടോ നമുക്ക്? പലപ്പോഴും അതില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ ചലഞ്ച് ചെയ്യുന്നതാണ്, നമ്മളെ വെല്ലുവിളിക്കുന്നതാണ്. നമ്മളോട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ചില കാര്യങ്ങളിൽ നിലപാടെടുക്കുവാനും ആവശ്യപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ പലപ്പോഴും ഭാഗികമായി അനുസരിക്കുന്നവരാണ്. ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞ് ദൈവവചനം അനുസരിക്കുന്നവരായി നമ്മൾ മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം നമ്മളോട് അതാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വചനം നമ്മളോട് പറയുകയാണ്, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞ് നമ്മൾ കെണിയിലകപ്പെടുന്ന വിധത്തിൽ ജീവിക്കുന്നു. ദൈവവചനം പൂർണ്ണമായി അനുസരിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിലകപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവവചനത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധി നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവവചനം പലതും നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, പലതും നമ്മൾ വിഴുങ്ങുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, മധുരിതമായി അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഫലമുളവാകുന്നില്ല. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളിലേക്കും ഇറങ്ങുന്ന വചനമാണ് എന്നാണ് ഹെബ്രായ ലേഖനം 4:12 നമ്മൾ വായിക്കുന്നത്. ഹെബ്രായ ലേഖന കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. നീ മരിച്ചാലും നിനക്ക് വേണ്ടി ഈ വചനം പ്രവർത്തിക്കും. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറാത്തത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആകാശം മാറിപ്പോകാം, ഭൂതലത്തിന് മാറ്റം വരാം, പക്ഷേ എൻ്റെ വചനം മാറുകയില്ല. മാറാത്തത് എൻ്റെ വചനം മാത്രമാണ്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 21-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല.
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചത് ജീവിതത്തിന് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴാണ്. രോഗമായിരിക്കുന്നു, ക്യാൻസർ രോഗം ആയിരുന്നു. ചികിത്സയിൽ നിന്നും വിമുക്തി നേടി വരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ജോലി സംബന്ധമായ മേഖലയിൽ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ആ സഹോദരി ജോലി ചെയ്യുന്ന ഇടത്ത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ മേലധികാരികളുമായിട്ട് ആശയപരമായ ചില പിണക്കങ്ങൾ ഉണ്ടായി. അതായത് ജോലിയിൽ സത്യസന്ധത പുലർത്താൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം നടത്തിയപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ തൻ്റെ ഭാഗത്ത് നിന്ന് നീതിപൂർവമായ പ്രവർത്തനമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മേലധികാരികൾ പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ ആ പീഡനത്തിൻ്റെ ഭാഗമായിട്ട്, ആ ജോലിയിടത്ത് തൊഴിലിടത്തുള്ള പീഡനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ഈ സ്ത്രീക്ക് ഒരു സ്ഥലം മാറ്റം കൊടുക്കുകയാണ്. കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സഹോദരിയെ കേരളത്തിന് പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വിടുകയാണ്. വിധവയായ ഈ സ്ത്രീ, രോഗിയായിരുന്ന ഈ സ്ത്രീ, മക്കള് കൂടെ ഇല്ലാത്ത ഈ സ്ത്രീ സങ്കടത്തോടുകൂടി ആ ജോലിയിൽ നിന്ന് അവിടേക്ക് മാറാൻ വേണ്ടിയിട്ട് സ്ഥലം മാറ്റം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം അവരുടെ ജോലിയിൽ നിയമാവലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാൻസർ സർവൈവേഴ്സ്, ക്യാൻസറിൽ നിന്ന് വിമുക്തി നേടിയ വ്യക്തികൾക്ക് അങ്ങനെ വീടുള്ള സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റം കൊടുക്കാൻ പാടില്ല. പക്ഷേ ആ നിയമം മറികടന്നുകൊണ്ടാണ് മേലധികാരികൾ, ഉന്നതാധികാരികൾ ഇത്തരത്തിൽ തൊഴിലിടത്തിൽ പീഡിപ്പിക്കുന്നത്. അങ്ങനെ ജോലിയിൽ നിന്ന് ഈ സ്ഥലം മാറ്റം സ്വീകരിക്കാത്തത് കൊണ്ട് വീണ്ടും പീഡനങ്ങൾ തുടരുകയാണ്. ശമ്പളം കിട്ടാതായി, 6 മാസക്കാലമായിട്ട് ശമ്പളം കിട്ടാതായി. കാരണം സ്ഥലം മാറ്റം കൊടുത്തിടത്തോട്ട് പോകാത്തത് കൊണ്ട് ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ദുഃഖപൂർണമായ അവസരത്തിലാണ് ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഈ സഹോദരി ഒരു ദൈവവചനം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ദൈവവചനം ആവശ്യപ്പെട്ടപ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് എടുത്ത് ദൈവവചനം കൊടുക്കുകയാണ്. ദൈവവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ് ലഭിച്ചത്. ഞാൻ ആ വചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം മുഴുവനും ഞാൻ അയച്ചു കൊടുത്തു. ദൈവവചനം അയച്ചു കൊടുത്തു. ആ വചനം ഇങ്ങനെയാണ്: രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ, അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കും, ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല. അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും. ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ വചനം, തുടർന്ന് ഉള്ള വചനവും ഞാൻ വായിച്ച് മനസ്സിലാക്കി ഈ സഹോദരിക്ക് അയച്ചു കൊടുത്തു. ആ സഹോദരി ചോദിച്ചു, അച്ഛാ ഇതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ തൊഴിലിടത്ത് പീഡിപ്പിക്കുന്ന അധികാരികൾക്കെതിരെയുള്ള വചനമാണ്. നിങ്ങൾ ആലോചിച്ചോണം, വേറൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്, ഫോണിലൂടെയാണ് ഇത് ആവശ്യപ്പെടുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ആ സഹോദരിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം, ഉന്നത സ്ഥാനീയരായ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കേണ്ട തൊഴിലിടത്ത് ഇപ്പോൾ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്കെതിരെ വിചാരണ ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ സഹോദരിക്ക് വേണ്ടി ലഭിക്കുകയാണ്. കരമുയർത്തി പറയാ ഹല്ലേലൂയ. ഉണർവോടെ എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ച് പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സങ്കടകരമായിട്ട് ഒരു സംഭവമാണ് പിന്നീട് ഉണ്ടാവുന്നത്. അതായത് ഈ സഹോദരിക്ക് ഈ സമ്മർദ്ദങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല. ഈ രോഗത്തിൻ്റെ സമ്മർദ്ദവും ഈ തൊഴിലിടത്തെ സമ്മർദ്ദവും ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രിയമുള്ളവരെ, രോഗത്തിൻ്റെ മേഖല ആ സഹോദരിയെ കീഴടക്കുകയാണ്. മറ്റൊരു രോഗം കൂടി കടന്നു വന്ന്, പെട്ടെന്നൊരു സ്ട്രോക്ക് പോലെയുള്ള ഒരു അവസ്ഥ കടന്നു വന്ന് വെന്റിലേറ്ററിലാകുന്നു. ഈ സഹോദരി മരിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം ചോദിച്ച സഹോദരി മരിച്ചു. പക്ഷേ ഈ മരണത്തോടു കൂടി സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മരണത്തോടു കൂടി രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ തുടങ്ങി. തൊഴിലിടത്ത്
അന്യായമായി പീഡനമേൽക്കേണ്ടി വന്ന ഈ സഹോദരിക്ക് വേണ്ടി തെരുവിൽ ജാഥകൾ നടന്നു. ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ തെരുവിലൂടെ ജാഥകൾ നടന്നു, ചാനലില് ചർച്ചകൾ നടന്നു. ഈ സഹോദരിയെ പീഡിപ്പിച്ചവർക്കെതിരെ വിചാരണ ചെയ്യപ്പെടുന്ന, അന്വേഷണം നടന്ന സാഹചര്യമുണ്ടായി. പ്രിയമുള്ളവരെ, മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത നിറഞ്ഞു നിന്നു. ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ശിക്ഷിച്ചുകൊണ്ട് 3 മാസങ്ങൾക്ക് ശേഷം, ഈ സഹോദരി മരിച്ച ശേഷം 3 മാസങ്ങൾക്ക് ശേഷം ആ കുറ്റവാളികളായ അധികാരികൾക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടുള്ള ശിക്ഷാവിധി പുറത്തു വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നുപോയാലും നമുക്ക് വേണ്ടി ദൈവവചനം പോരാടുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇന്നായിരിക്കില്ല ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയാലും, നിങ്ങളുടെ ശ്വാസം നിലച്ചാലും, ഇഹലോകവാസം നിങ്ങൾ വെടിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവവചനമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അരുളപ്പാടുകളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രമാത്രം ഇൻറ്റിമേറ്റായിട്ട്, അത്രമാത്രം സ്വകാര്യതയിൽ ദൈവം ഇടപെടുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ അതിലുപരി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അറിയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം അറിയുന്നു. കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ? സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയാ ഹല്ലേലൂയ. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്, എൻ്റെ ജീവിതം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും അറിയണം, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഞാൻ പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ദൈവവചനം എടുത്തു കൊടുക്കുമ്പോൾ, ദൈവവചനം അവർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം എടുത്തു കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ വചനം കിട്ടിയെന്ന് പോലും മനസ്സിലാകാറില്ല. ഒരു കൺവെൻഷനിൽ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീടില്ല എന്ന് പറഞ്ഞ ഒരു കുടുംബം വരികയാണ്. ഒരു ചേട്ടനും ചേട്ടത്തിയും കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്കൊരു വീട് വേണം, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ദൈവവചനം എനിക്ക് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം എടുത്തു. ദൈവവചനം എടുത്ത സമയത്ത് പ്രിയമുള്ളവരെ കിട്ടുന്നത് 84-ാമത്തെ സങ്കീർത്തനമാണ്. നിങ്ങൾക്കറിയാമോ 84-ാമത്തെ സങ്കീർത്തനം? അവിടെ പറയുന്നത് കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ അരികിൽ കുരുവിൽ പക്ഷി കൂടുകൂട്ടുന്നതിനെ കുറിച്ചാണ്. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീബൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നുണ്ടല്ലോ. ഈ വചനമൊക്കെ ഞാൻ വായിച്ചു. അങ്ങനെ വചനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ അപ്പോൾ മനസ്സിലായത് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 54-ാം സങ്കീർത്തനം പറഞ്ഞ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാസഗേഹം, ഒരു വീട് തരാൻ വേണ്ടിയിട്ട് ഇടയാകും. നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? 84-ാം സങ്കീർത്തനം. 4 മാസം കഴിഞ്ഞ്, ഇതൊരു ജനുവരി മാസത്തിലാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, 4 മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺവെൻറ്റിൽ ചെന്നു. ആ കോൺവെൻറ്റിൽ ചെന്നിട്ട് അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതാണ്, നിങ്ങളുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള ഒരു സിസ്റ്റർ, 84ഓളം വയസ്സ് പ്രായമുള്ള ഒരു സിസ്റ്റർ ഓടിപ്പോയി ഒരു പ്രാർത്ഥനാ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനാ പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ഒരു പേജ് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത് വീട് പണി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകമാണ്, പ്രാർത്ഥനയാണ്, അച്ഛൻ ഇത് ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഈ പ്രാർത്ഥനയുമായിട്ട് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പ്രാർത്ഥനയെടുത്ത് പിന്നീട് വായിച്ചു നോക്കുകയാണ്. അന്നപ്പോൾ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥനയെടുത്ത് ഞാൻ വായിക്കുകയാണ്. വായിച്ച് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്കറിയാമോ, ആ അവസാനത്തെ ഭാഗത്തെ എഴുതി വച്ചിരിക്കുകയാണ്, ഭവനരഹിതർ, വീടില്ലാത്തവർ സ്ഥലം വാങ്ങുന്നതിനും
വീട് വയ്ക്കുന്നതിനും 84-ാം സങ്കീർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ മറ്റൊരു സംഭവമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഇടപെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഞാൻ വാതിൽ തുറന്നു കൊടുക്കണം. ദൈവവചനം കടന്നു വരുമ്പോൾ മറുതലിക്കുന്ന, അതെൻ്റെ ഇഷ്ടപ്രകാരമല്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റിവെക്കുന്ന ശൈലിയൊക്കെ വിട്ടിട്ട് ദൈവവചനത്തിന് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയ നിലമായി എൻ്റെ ഹൃദയത്തെ മാറ്റണം. 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ഈ വചന ശുശ്രൂഷയുടെ ഏറ്റവും അടുത്ത സമാപനത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് ഇത് പറയുമ്പോൾ ദൈവവചനം എത്ര ശക്തമാണ്, എത്ര കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു, വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് വെറും കെട്ടുകഥയല്ല. ഈ പുസ്തകം വെറും ഒരു കെട്ടുകഥയല്ല. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ നിത്യജീവിതത്തിനും ഇഹലോക ജീവിതത്തിനും ഉതകുന്ന എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാമത്തെ അധ്യായത്തിന് 45 മുതലുള്ള തിരുവചനങ്ങളിൽ വൃദ്ധനായ മോശ മരണാസന്നനായി കിടക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ വിളിച്ചുകൂട്ടി പറയുന്ന കാര്യമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ: നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എനിക്ക് നിങ്ങളോട് ഈ വാർദ്ധക്യത്തിലെത്തി ഇന്ന് മരണാസനായി കിടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾ ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്തിനു വേണ്ടി? നിങ്ങളുടെ തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി. ഇതുമൂലമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഈ ലോകത്തിലും പരലോകത്തിലും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനം തുടർ ജീവിത വഴികളിൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈശോ ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്: എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. ദൈവവചനത്തിലൂടെ നിരന്തരം പ്രവർത്തിക്കുന്നു. വചനം അയച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക്, നിങ്ങളുടെ കടബാധ്യതകളിലേക്ക്, നിങ്ങളുടെ രോഗങ്ങളിലേക്ക്, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലേക്ക് അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മുമ്പിൽ ദൈവവചനം കടന്നു ചെല്ലും. ദൈവവചനത്തിന് തകർക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് തിരിച്ചറിയുക. ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, പിത്തളവാതിലുകൾ തകർക്കും, അന്ധകാരത്തിലെ നിധികൾ നിങ്ങൾക്കായി ദൈവം തുറന്നു തരും. അതിനുള്ള താക്കോലാണ് ഈ ദൈവവചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ വചനത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹത്തെ കണ്ടെത്താൻ, ഞങ്ങളുടെ ജീവിതത്തെ ആ വചനാനുസൃതമെന്ന് ക്രമപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് വചനത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ തൊട്ടറിഞ്ഞ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഒരു വചനം മറ്റൊരു വചനവുമായി ഇണചേർന്ന് നിൽക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഇടവരുത്തതിനോർ നന്ദി പറയുന്നു. കൂടുതൽ ശക്തമായി ദൈവവചനത്തെ സ്നേഹിക്കുവാനും വചനാധിഷ്ഠിതം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ദൈവവചനം ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ചവളെ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ശക്തമായ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ രാത്രിയിൽ അച്ഛനിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. കർത്താവ് നമ്മൾ എന്തായിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എന്നെല്ലാം കൃത്യമായിട്ട് വചനത്തിലൂടെ
അച്ഛനിലൂടെ കർത്താവ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുക. നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് കരങ്ങളടിച്ചേ. നമുക്ക് അച്ഛനെ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ സഭയെയും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.